നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ, അതായത് 0, 30°, 45°, 60° അങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് ഇതിന്റെ റേഞ്ച് ആയിരുന്നു, അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, ഇതിന്റെ എല്ലാം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിന്റെ റേഞ്ച്, അതായത് ഏത് മുതൽ ഏത് വരെ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് വരുന്നത് എവിടെ വരെയാണ്? ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2. കൊസീക് ഇൻവേഴ്സ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2 -0 set 0. then tan ഇൻവേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അതേപോലെ കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. സീക്ക് ഇൻവേഴ്സ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π to മൈനസ് സെറ്റ് π/2. then കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ 0 π. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള വേറൊരു പോയിന്റ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്ത് പോയിട്ട് തീറ്റ എന്നുള്ള വാല്യൂ കിട്ടും. ഈ ഒരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അതൊന്നും കൂടി ഉറപ്പിക്കണം. അതായത് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് അതിന്റെ കൂടെ സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് മക്കളെ? നമ്മൾ ഈ √3/2 എന്ന് പറയുന്നത് കോസിന്റെ ഏത് വാല്യൂ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്താണ്? കോസ് π/6. സോ കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്യാം. ആൻസർ എത്രയാണ് നമുക്ക് വരുന്നത്? π/6. ഈ π/6 എവിടെ വരുന്നുണ്ട് നോക്കണം, നമ്മുടെ റേഞ്ചിൽ വരുന്നുണ്ടോ നോക്കണം അല്ലെ. അപ്പൊ നോക്കാം, π/6 എന്നുള്ളത് ഏതിന്റെ? 0 to π ന്റെ ഇടയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വേർ π/6 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0 π. നമുക്ക് എന്ത് കിട്ടി? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 ഈക്വൽ ടു എന്താണ്? π/6 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് the following. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്നുള്ളതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ മൂന്നെണ്ണത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അതിനുശേഷം ആഡ് ചെയ്യാം. അപ്പൊ നോക്കുക, ലെറ്റ് എക്സ് ഈക്വൽ ടു ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ടാൻ ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ടാന്റെ വാല്യൂ എപ്പോഴാണ് 1 വരുന്നത് നോക്കുക. അതായത് ടാന്റെ വാല്യൂ എപ്പോഴാണ് വരുന്നത്? π/4 ആകുമ്പോൾ. അപ്പൊ ടാൻ π/4 എന്ന് എഴുതാം. ഇവിടെ ആര് ക്യാൻസൽ ആവും? ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? π/4. ഇനി π/4 എവിടെ വരുന്നുണ്ടോ നോക്കണം. π/4 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. ഇത്ര എഴുതി വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ എന്താ? ലെറ്റ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറയുന്ന വാല്യൂ ഏതാണ്? -π/3. കോസിന്റെ ഉള്ളിൽ മൈനസ് വന്ന് ശ്രദ്ധിക്കുക, അത് π-θ, അതായത് കോസ് ഓഫ് π-θ ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് π-θ. തീറ്റ ആരാണ്? π/3 ആണ്. കോസ് ഓഫ് π-θ മൈനസ് കോസ് തീറ്റ. നമുക്ക് ഇവിടെ നെഗറ്റീവ് ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണം? നെഗറ്റീവ് ആയിട്ട് ഒരു ആൻസർ കിട്ടണം. അപ്പൊ കോസ് ഓഫ് π-θ എന്നാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് π-θ, അതായത് 3 × π 3π, 3π - π 2π. അപ്പൊ 2π/3 എന്ന് കിട്ടി. നമുക്ക് എന്ത് എടുക്കാം? ഫോർ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2π/3 which implies കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് കിട്ടി? 2π/3 എന്ന് കിട്ടും. 2π/3 belong closed interval 0 to 5.
Then next നമ്മൾ എടുക്കേണ്ട z equal to sin inverse of minus 1/2 എന്ന് എടുക്കുക. That is equal to sin inverse of ഇപ്പോഴാണ് മക്കളെ സൈൻ ഇൻവേഴ്സ് 1/2 കിട്ടുന്നത് സൈൻ 5/6 ആകുമ്പോൾ അപ്പൊ മൈനസ് സൈൻ 5/6. നമുക്കറിയാം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഈ നെഗറ്റീവ് എങ്ങോട്ടേക്ക് വരും പുറത്തേക്ക് ഇടാം. അപ്പൊ സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5/6 എന്ന് എഴുതാം. ഇവിടെ ആര് ക്യാൻസൽ ആവും സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയ ആൻസർ മൈനസ് 5/6. മൈനസ് 5/6 ബിലോങ്സ് ടു നമ്മൾ അതിന്റെ റേഞ്ച് എഴുതി കൊടുക്കുക. എന്താണ് ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് 5/2 ടു 5/2. നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കിട്ടി, സെഡിന്റെ വാല്യൂസ് കിട്ടി. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ therefore that is equal to x എന്താണ് tan inverse x plus cos inverse minus 1/2 plus sin inverse minus 1/2. അതിന്റെ വാല്യൂസ് ആണ്. That is equal to 5/4 plus 2/3 plus minus 5/6. ഇതിനെ LCM സോൾവ് ചെയ്യാം. നമുക്ക് ആൻസർ 3/4 എന്ന് കിട്ടും. Okay. Next question. Cos inverse of 1/2 plus 2 1/2. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സും വൈയും ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ലെറ്റ് എക്സ് ഈക്വൽ ടു cos inverse 1/2. Cos inverse of 1/2 എപ്പോഴാണ് മക്കളെ cos 5/3 വരുമ്പോ അല്ലെ. അപ്പം cos inverse cos ക്യാൻസൽ ചെയ്തു. ആൻസർ എന്ത് കിട്ടി 5/3. വേർ 5/3 എവിടെയാ വരുന്നത് വേർ 5/3 belongs to cos ആണ്. cosന്റെ റേഞ്ച് എന്ന് പറയുന്നത് ടു 5 ആണ്. നെക്സ്റ്റ് y ഈക്വൽ ടു sin inverse 1/2. That is equal to sin inverse. Sin inverse 1/2 വരുന്നത് എപ്പോഴാ sin 5/6 വരുന്ന സമയത്ത്. അപ്പൊ sin 5/6. sin inverse സൈനും ക്യാൻസൽ ചെയ്തു. ആൻസർ എന്ത് കിട്ടി 5/6. വേർ 5/6 belongs to closed interval minus 5/2 to 5/2. Then നമ്മൾ ആഡ് ചെയ്യാം. Therefore cos inverse of 1/2 plus 2 sin inverse of 1/2 equal to 5/3 plus 2 into 5/6. That is equal to 5/3 plus 2 ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 എന്ന് കിട്ടും. അതായത് 5/3. It is equal to 2 5/3. Okay. Next question. Show that sin inverse of 2x of 1 minus x square equal to 2 sin inverse x. അപ്പൊ നോക്കാം മക്കളെ നമുക്ക് റൈറ്റ് സൈഡിൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മളിവിടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക സൈൻ തീറ്റ എന്ന് പുട്ട് ചെയ്യുക. അപ്പൊ നോക്കുക പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താ സൈൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് എന്നാവും. സൈൻ ഇൻവേഴ്സ് എക്സ് എന്നും ആവും. നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ എക്സിന് സൈൻ തീറ്റ കൊടുത്തിട്ട് ഇക്വേഷൻ മാറ്റി എഴുതുക. Therefore sin inverse of 2x into root of 1 minus x square equal to sin inverse of 2 into x ന് sin theta കൊടുക്കുക 2 sin theta into root of 1 minus sin square theta. That is equal to sin inverse of 2 sin theta into root of sin square theta അറിയുമ്പോൾ cos square theta. ഇത് റൂട്ടിന്റെ ഉള്ളിലാണ്. That is equal to sin inverse of 2 sin theta into root of cos square theta. root square cancel ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നു cos theta. That is equal to sin inverse of 2 sin theta cos theta എന്താ sin 2 theta. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ചെയ്തു പോകും സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തു പോയാൽ ആൻസർ എന്ത് കിട്ടി 2 theta. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എക്സിലാണ് അല്ലെ. തീറ്റന്റെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുക. ദാറ്റ് ഈസ് 2 into എന്താ തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമ്മൾ അതിന് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. ഇനി ഇതേപോലെ നമ്മളോട് വേണം ചോദിക്കാം സൈൻ ഇൻവേഴ്സ് ഓഫ് 2x into root of 1 minus x square equal to 2 cos inverse x എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ cos ഇൻവേഴ്സിലാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം x is equal to cos theta എന്ന് പുട്ട് ചെയ്യണം. ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ ഇതുപോലെ 1 minus cos square theta ആവും.
1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് കോസ് തീറ്റ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് വരുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോർമുല ആവും. അതിനെ നമുക്ക് മാറ്റിയിട്ട് ഇതേപോലെ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് 3 sin inverse x is equal to sin inverse of 3x minus 4x cube. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം സൈൻ 3 തീറ്റന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സൈൻ 3 തീറ്റ? ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുള്ളൂ. അപ്പൊ നോക്കാം, put x is equal to sin theta. Then theta നമുക്ക് എങ്ങനെ കിട്ടും? sin inverse x എന്ന് കിട്ടും. ഇനി LHS എടുക്കുക. LHS ൽ എന്താ? 3 sin inverse x അല്ലെ? 3 sin inverse x പറയുമ്പോ 3 into മക്കൾ എന്താ sin inverse x നമുക്കറിയാം തീറ്റ ആണ്. അപ്പൊ നമുക്ക് അതെന്ത് കിട്ടി? 3 തീറ്റ എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇനി റൈറ്റ് സൈഡ് നോക്കുക, RHS നോക്കുക. RHS ൽ എന്താണുള്ളത്? sin inverse of 3x minus 4x cube എന്നാണ് ഉള്ളത്. അതായത് സൈൻ ഇൻവേഴ്സ് 3x എന്ന് പറയുമ്പോൾ 3 into x ന്റെ വാല്യൂ എന്താ? സൈൻ തീറ്റ മൈനസ് 4x ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 4 into സൈൻ ക്യൂബ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ്, നമുക്കറിയാം 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് എന്താ? സൈൻ 3 തീറ്റ ആണ്. അപ്പോ സൈൻ 3 തീറ്റ എന്ന് എഴുതാം. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ചെയ്തു പോകും? സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തു പോയി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 തീറ്റ. അപ്പൊ LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? എ എന്നുള്ള നമ്പർ, അതായത് എ നമുക്ക് റൂട്ടിനുള്ളിൽ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എക്സിന് നമ്മൾ എന്താണോ വാല്യൂ കൊടുക്കുന്നത് അതിന്റെ കൂടെ എ എന്നുള്ള നമ്പറിനെ കൂടി ഉൾപ്പെടുത്തി കൊടുക്കണം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. സൈൻ തീറ്റ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കൊടുക്കുമ്പോഴും എ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഔട്ട്സൈഡ് എടുക്കാൻ കഴിയില്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ദെൻ x is equal to a sin theta ആണെങ്കിൽ x by a equal to എന്താ മക്കളെ? sin theta, which implies theta equal to നമുക്ക് എന്ത് കിട്ടി? sin inverse of x by a. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ വാല്യൂല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ tan inverse of x by root of a square minus x square equal to tan inverse of x, അതായത് a by root of എ സ്ക്വയറിന് എ സ്ക്വയർ തന്നെ, എക്സ് സ്ക്വയർ ഇത് വരും എ സൈൻ തീറ്റ സ്ക്വയർ എന്ന് വരും, എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ, ഇവിടെ രണ്ടിലും എ സ്ക്വയർ കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. അത് റൂട്ടിനുള്ളിൽ പുറത്തേക്ക് വരുമ്പോ എന്താവും? റൂട്ട് ഓഫ് എ സ്ക്വയർ, അതിൽ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് എ മാത്രം, എ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇവിടെ എയും എയും ക്യാൻസൽ ആയി. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ, നമുക്കറിയാം റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? കോസ് തീറ്റ. ദെൻ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ തീറ്റ എന്ന് കിട്ടി. തീറ്റ എന്താ മക്കളെ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write in simplest form of tan inverse 2 cos of 2 sin inverse 1 by 2. അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഓരോ വാല്യൂസ് കൊടുത്ത് ഇതിനെ ഷോർട്ട് ഫോമിലേക്ക് എത്തിക്കാം. So that is equal to
tan inverse of 2 cos of 2 into sin inverse 1/2. അപ്പം sin inverse എപ്പോഴാ സൈനിന്റെ വാല്യൂ 1/2 കിട്ടുന്നത്? നമുക്കറിയാം sin pi/6 അല്ലെ? അപ്പൊ ഇവിടെ sin pi/6 എന്ന് കൊടുക്കാം. ഇവിടെ sin inverse സൈനും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇനി നമുക്കുള്ളത് tan inverse of 2 cos of 2 into ഇവിടെ എന്തുണ്ട്? ഒരു pi/6 ഉണ്ട്. ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടി? pi/3 കിട്ടി. അതായത് tan inverse of 2 cos pi/3. That is equal to tan inverse of 2 into cos pi/3 എത്ര മക്കളെ? 1/2. ഈ വാല്യൂല് 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇവിടെ എന്താ ഉള്ളത്? tan inverse of 1. That is equal to tan inverse of tan ന്റെ വാല്യൂ 1 വരുന്നത് എപ്പോഴാ? tan pi/4 ആകും. അപ്പൊ tan pi/4. ഇവിടെ tan inverse ഉം tan ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും? pi/4 എന്ന് മാത്രം ആൻസർ കിട്ടും. ഓക്കെ.